ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആക്കിയായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും ഫുൾ ഡയമണ്ട് ടൂൾസ് ആക്കിയിരിക്കണം. അതേപോലെ ഈ ഒരു അയൺ ഫാമും പിന്നെ ആ ഒരു അയൺ ഫാമും ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റണം. പിന്നെ ഇതാ ഈ ഒരു ലാൻഡും, കാരണം ആ ലാൻഡ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നതാണ് ഇപ്പുറത്തോട്ട്. ഞാനപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോൺ പിക്കാക്സ് ഒക്കെ എടുക്കട്ടെ, എന്നിട്ട് അവിടുത്തെ കല്ലും മണ്ണും എല്ലാം പൊട്ടിച്ച് മാറ്റണം. പിന്നെ ഒരു ശവലും കൂടി ഉണ്ടാക്കണം. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഇൻവെൻട്രിയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാരണം ഇൻവെൻട്രി മൊത്തം കച്ചറായിട്ട് കിടക്കുമായിരുന്നു. അത് മൊത്തം റെഡിയാക്കി. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, എന്നാൽ ആ പണി അങ്ങ് തീർക്കാം. ഈ അയൺ ഫാം അത്രയ്ക്ക് വലുതല്ലാഞ്ഞുകൊണ്ട് സിമ്പിളായിരുന്നു പൊട്ടിച്ചൊക്കെ മാറ്റാൻ. പക്ഷെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതാണ് ഒരു പ്രശ്നം. പിന്നെ ആ ഒരു ഏരിയയും കൂടി കളയണം. ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയ ഏരിയ അതും കൂടി കളയണം. അങ്ങനെ ആ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു അയൺ ഫാം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ആ അയൺ ഫാം ഉണ്ടാക്കേണ്ട പകുതി സാധനങ്ങളും അതും ഡ്യൂപ്പ് പറ്റിയത് ഇരട്ടിയായിട്ട് എനിക്ക് ഈ ഒരു 2 അയൺ ഫാം പൊട്ടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് പകുതിയിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസും കൂടി കളക്ട് ചെയ്തിട്ട് അതവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതേ ഈ ചെസ്റ്റ് ഞാൻ കുറച്ച് എൻചാൻമെന്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് വരാം. ആവശ്യമായ സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനൊന്ന് വേഗം ഉണ്ടാക്കി വെക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു പണി കിട്ടി. കാരണം ഞാൻ ഈ മോൾ ഭാഗം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ബ്രീഡറിൻ്റെ ഈ സ്ഥലത്ത് നിന്ന് സോംബി കയറിയവന്മാരെ കടിച്ചിട്ട് ലാസ്റ്റ് ഇവ മാത്രമുള്ളൂ ഇവിടെ. ഇനി അടുത്ത 3 വില്ലേജേഴ്സ് വരാൻ വെയിറ്റ് ചെയ്യണം. ആ കൂടെ ഒരു മൈൻക്രാഫ്റ്റ് ഡേയിൽ 8 വില്ലേജേഴ്സ് വരുള്ളൂ. അതിൻ്റെ അവന്മാർ വലുതാവാൻ 20 മിനിറ്റ് എടുക്കും, അതും റിയൽ ലൈഫിലെ. എന്ത് പറയാ, ഞാൻ ഇനിയിപ്പോൾ പോയിട്ട് എവിടെയെങ്കിലൊക്കെ കയറി AFK നിൽക്കട്ടെ. അതിനു മുമ്പ് ഇതൊന്നും മൂടി വെച്ചേക്കാം. ഇനിയിപ്പോൾ ഒരിക്കലും ഇത് തുറന്നിട്ടിരുന്ന് ഒരു പാഠം പഠിച്ചു. ഞാൻ അങ്ങനെ ഫൈനലി അയൺ ഫാം അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 18 അയൺ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇവിടെ കുറേ നേരം AFK കുറേ കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് 2 ബ്ലാസ്റ്റ് ഫർണസ് അല്ലെങ്കിൽ ആർമേർഡ് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരാൾ ഇവനെ കൊന്നിട്ട് ഇവിടെ മറ്റേ നമുക്ക് ടൂൾസ് തരുന്നവനെ സ്മിത്തിങ് ടേബിളുള്ള ജോബിനെ കൊണ്ടുവന്നല്ലോ. ഞാനിപ്പോൾ ഇവനെ കൊന്ന് നന്നായി. കാരണം ഓൾറെഡി ഒരു ആർമർ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഡയമണ്ട് ആർമറൊക്കെ വാങ്ങണമെങ്കിൽ ഇവൻ്റെ അടുത്ത് തന്നെ വാങ്ങിയാൽ മതിയല്ലോ. വെറുതെ രണ്ടാമതൊരാളുടെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അവിടെ പുതിയൊരു വില്ലേജറിനെ വെച്ചിട്ട് സ്മിത്തിങ് ടേബിൾ വെച്ചിട്ട് വേണ്ടി ടൂൾ വരുന്ന വില്ലേജറിനത് ജോബിനെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഡയമണ്ടിൻ്റെ ഷവലും പിക്കാക്സും അയാളുടെ നിന്ന് കിട്ടിക്കോളും. പിന്നെ അതേപോലെ അയണും ഇവൻ്റെ നിന്ന് ട്രേഡ് ചെയ്യാം. എന്തുകൊണ്ടും ഇത് നല്ലൊരു ഐഡിയ ആണ് ഇത്. കാരണം എന്താ വെച്ചാൽ 2 ആർമറിന് വെക്കുന്നതിനെക്കാട്ടും നല്ല ഒരു ആർമറും ഒരു ടൂൾ വരുന്നതിനും വെക്കുന്നതാണ് നല്ലത്. പിന്നെ ആ വെപ്പൺ സ്മിത്ത്, അതായത് നമുക്ക് സോഡും പിന്നെ ആക്സും തരുന്നു ഡയമണ്ടിൻ്റെ, അവനെ നമുക്ക് പിന്നെ എടുക്കാം. ഗ്രൈൻഡ് സ്റ്റോൺ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഒരു സ്മിത്തിങ് ടേബിളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെച്ചിട്ട് നമുക്ക് ടൂൾ കിട്ടും. അതായത് നമ്മുടെ ഡയമണ്ട് ഷവലും ഡയമണ്ട് പിക്കാക്സും ആ ഒരു ടൂളർ തരും. ഇനിയിപ്പോൾ ഒരു മണ്ടനെ പിടിച്ചിട്ട് പറഞ്ഞ ഈ ഒരു ടൂള് കിട്ടുന്നവനാക്കാൻ വേണ്ടിയിട്ട് അയൺ ഫാമിൽ ഇത്ര അയണായി നോക്കാം. കാരണം ഈ അയൺ നമുക്ക് ആ ഒരു ടൂള് തരുന്നവനായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ കുറച്ചു നേരം കൊണ്ട് ഇത്രയും കിട്ടി. ഞാൻ അധിക നേരമായിട്ടൊന്നും ഇവിടെ വന്ന് കയറിയിട്ട് ഈ വേൾഡിൽ ഇതുണ്ടായി കഴിഞ്ഞിട്ട് അധികം നേരം ഒന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇത്രയും കിട്ടി, നല്ലത് തന്നെയാണ്. ഞാൻ കുറച്ചും കൂടി റെയിൽ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ റെയിൽ കുറവായിരുന്നു. അപ്പോൾ മൈൻകാർട്ട് അധികം പോകാൻ പറ്റൂലായിരുന്നല്ലോ. ഓക്കെ, ഇതെന്തായാലും തികയും. കാരണം 16 റെയിലുണ്ട്. 16 റെയിലൊക്കെ എന്തായാലും തികയും. ഇതിങ്ങനെ ഇങ്ങോട്ട് കണക്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അറ്റത്തുള്ള ഇതൊന്ന് പൊട്ടിച്ചിടണം പിക്കെക്സോടെ. ഓക്കെ, ഇത് ഓക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു മണ്ടന വില്ലേജർ ബ്രീഡറിൽ നിന്ന് ഒരു മൈൻകാർട്ട് ഇട്ട് കയറ്റി വിട്ടാൽ മാത്രം മതി. ഓക്കെ, ആ മണ്ടനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഓക്കെ, ഇതിവിടെ ഒരു ബ്ലോക്കും കൂടി വെച്ച് കൊടുക്കുക. അത് റെസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങ് പൊട്ടിച്ചെടുക്കുക. ഇനി ഇവിടെ സ്മിത്തിങ് ടേബിൾ വെച്ച് കൊടുക്കുക. അവൻ ജോലി എടുത്തിട്ടുണ്ട്. ഓക്കെ, ജോലി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 15 കോള് തപ്പി എമറാൾഡ് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ആ ഒരു എമറാൾഡ് കൊടുത്ത് കുറച്ച് സ്റ്റോൺ പിക്കാക്സ് വാങ്ങുന്നതായിരിക്കും. കാരണം എമറാൾഡ് എനിക്കിപ്പോൾ അയനുള്ളതുകൊണ്ട് അയൻ വെച്ച് പെട്ടെന്ന് വാങ്ങാം. എന്നിട്ട് ആ എമറാൾഡ് വെച്ച് എനിക്ക് ഇവനെ സ്റ്റോൺ പിക്കാക്സ് വാങ്ങാം. ഫസ്റ്റത്തെ ലെവൽ ഓഫ് ട്രേഡിങ്ങിൽ പെട്ടെന്ന് ആയിക്കോളും, പെട്ടെന്ന് ലെവൽ കൂടിക്കോളും. അയൺ ഫാം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം എന്തായാലും ഇപ്പം തന്നെ കുറച്ചും കൂടി അയൺ കിട്ടിയിട്ടുണ്ടാവും നേരത്തെക്കാട്ടിലും. നോക്കി നോക്കട്ടെ. ഓക്കെ, 23 ആയി. നേരത്തെ ഞാൻ എടുത്തായിരുന്നു, എന്നിട്ടായതാണിത്. ഓക്കെ, അവൻ്റെ ഫസ്റ്റത്തെ ലെവൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി മിക്കവാറും അവൻ അയൻ്റെ ട്രേഡ് ആവേണ്ടതായിരിക്കും തോന്നുന്നു. കാരണം അത് അയൺ കൊടുത്ത് എമറാൾഡ് വാങ്ങുന്ന ട്രേഡ് അൺലോക്ക് ആവും തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് ആയിക്കോളും, ലെവൽ കൂടിക്കോളും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അവൻ്റെ അയൺ കൊടുത്ത് എമറാൾഡ് ആയിരുന്നു ട്രേഡ് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇവൻ്റെ ലെവൽ കൂട്ടാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പോയിട്ട് ആ അയൺ ഫാമിലുള്ള അത്ര അയൺ എടുത്തിട്ട് വരാം. ഇതിനകത്ത് ഇപ്പോൾ 32 അയൺ ഉണ്ട്. ഞാൻ എന്തായാലും പോയിട്ട് AFK വെക്കട്ടെ. ഒരു 10 മിനിറ്റ് ഞാൻ AFK എന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു സ്റ്റാക്കും 15 അയണും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവൻ്റെ കൂടെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് അവൻ്റെ ഈ ലെവൽ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ലെവൽ അൺലോക്ക് ആവും. ഞാനിന്ന് ഇവനെ മാസ്റ്റർ ആക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഒന്നും അൺലോക്ക് ആയിട്ടില്ല. ഞാൻ മാസ്റ്റർ ആകുമ്പോഴേ അൺലോക്ക് ആവുള്ളൂ. ഞാൻ മാസ്റ്റർ ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതേ നമുക്ക് ഡയമണ്ട് പിക്കാക്സും ഡയമണ്ട് ഷവലും അൺലോക്ക് ആയിട്ടുണ്ട്. അത് വാങ്ങാനുള്ള കറക്റ്റ് എമറാൾഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് 28, 8 ഷവലിനും 8 പിക്കാക്സിനും.
അത് രണ്ടും ഞാൻ ഇവൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്രൈൻഡ് സ്റ്റോണിലിട്ടിട്ട് ഇതിൻ്റെ എൻചാൻമെൻറ്റ് കളയാൻ വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇതിലോട്ട് ഇടും അടുത്ത എപ്പിസോഡിൽ. ഈ ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ആ വെപ്പൺ സ്മിത്തിനെ കൊണ്ടുവരാൻ പോകുന്നത്. അടുത്ത മണ്ടനെ പാഴ്സലാക്കി ഡെലിവറിക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, അവൻ ആ ജോബ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു വെപ്പൺ സ്മിത്ത് കിട്ടി. ഇനിയിപ്പോൾ ഇവനെ അപ്ഗ്രേഡ് ചെയ്ത് മാസ്റ്ററാക്കി ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ അതേ ഇവനും അയൺ കൊടുത്ത് നമുക്ക് എമറാൾഡ് ആക്കുന്ന ട്രേഡ് അൺലോക്കായി. ഇത്ര അയൺ ആക്സ് എനിക്ക് അവനിലോട്ട് ട്രേഡ് ചെയ്ത് കിട്ടിയതാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്ത് നമുക്ക് ഇതിലോട്ട് എൻചാൻമെൻറ്റ് ഇടണമെങ്കിൽ നമുക്ക് ആൻവിലിൻ്റെ ആവശ്യമുണ്ട്. ആൻവിലും കിട്ടി. ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് എൻചാൻമെൻറ്റ് ബുക്സ് എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കുള്ള ടൂൾസിലോട്ടും ആർമറിലോട്ടും ഇടാം. ക്രാഷ് ആയി എന്നാ തോന്നുന്നത്. ഇങ്ങനെ എനിക്ക് ഇടക്കിടക്ക് ക്രാഷ് ആവുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ക്രാഷ് ആയിട്ട് എൻ്റെ വേൾഡ് പോയാൽ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒന്ന് കയറി നോക്കട്ടെ. ഇന്നലെക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ചില്ല, പക്ഷെ ഇത് ഇടക്കിടക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഓക്കെ, അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആൻവിലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻചാൻമെൻറ്റ് ബുക്സ് എല്ലാം ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ആർമർ മൊത്തം ഊരിയെടുത്തിട്ട് ഈ ഒരു ഹെൽമെറ്റിലോട്ട് അഫിനിറ്റി ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഞാൻ ഈ ഹെൽമെറ്റിലോട്ട് തന്നെ ത്രോൺസ് 3 കൂടി ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഹെൽമെറ്റിൽ നിന്ന് തുടങ്ങി ബൂട്ട് വരെ പോവാം എൻചാൻമെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സിൽക്ക് ടച്ച് നമ്മുടെ പിക്കാക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഫുൾ ആർമർ, ഫുൾ ടൂൾസോ വെപ്പൺസ് എല്ലാം നമുക്ക് എൻചാൻറ്റ് ചെയ്യണം. ആ ഒരു ഡയമണ്ട് ആക്സ് എനിക്കിപ്പോൾ വാങ്ങാൻ പറ്റും നമ്മുടെ വെപ്പൺ സ്മിത്തിൻ്റെ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എൻചാൻമെൻറ്റ് ഞാൻ കളയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ സോഡും കൂടി കിട്ടിയാൽ കഴിഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ വെപ്പൺ സ്മിത്തിനെ മാസ്റ്ററാക്കി ആ സോഡ് വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ബെയിൻ ഓഫ് ആർത്തപോഡ്സ് ഉണ്ട്. അതെന്താ അറിയില്ല, നോക്കി തരാം. അതിൻ്റെ ആവശ്യം എനിക്കില്ല, കാരണം കേവ് സ്പൈഡറിനെ കൊല്ലാനാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. നമുക്കത് ഗ്രൈൻഡ് സ്റ്റോണിൽ വെച്ച് ഞാൻ അത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ എൻചാൻമെൻറ്റ്. അങ്ങനെ ഫുൾ ഡയമണ്ട് ടൂൾസായി. ഞാൻ ആ ഫ്ലെച്ചറിൻ്റെ ഒരു ബോ വാങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കാതെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇനി നമ്മുടെ ബോ. എന്നെ നിങ്ങൾക്കറിയില്ല, ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ശ്രീരാമനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ഉന്നം കണ്ടോ. ആ ലാവേൻ്റെ ഉള്ളിൽ കൂടെ തറച്ച് കയറി അയൻകോളത്തിൻ്റെ തലയിലോട്ട്. കല്ലാണ് വില്ലേജറെ, കല്ല്. ഞാനല്ല. ഇവിടെ നിന്നാൽ ശരിയാവൂല. ഞാൻ വീണ്ടും അമ്പ് കിട്ട് അവനെ കൊന്നോളയും. പിന്നെ അടുത്തവനെ ഞാൻ തന്നെ വലിച്ചുകൊണ്ട് ഇടേണ്ടി വരും. ഞാനാണ് ശ്രീബാലൻ. അപ്പം എന്തായാലും ഇന്നത്തേക്കുള്ള തള്ളലായി. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരാം. ടാറ്റ, ബൈ ബൈ. ബൈ ആരും പോലെ എന്നെ കാണാൻ എൻ്റെ ഫാൻസ് വന്നിട്ടുണ്ട്. ഒരു അച്ഛനും മോനാണ്. ഓട്ടോഗ്രാഫ് വയ്ക്കുന്നുണ്ട്. ഞാൻ തരാം. ഇന്ന ഓട്ടോഗ്രാഫ്, മോനും ഇന്ന.